എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. 1908 ജനുവരി 21 വൈക്കത്തിനടുത്ത് താലയോലപ്പറമ്പിൽ ജനിച്ച ബഷീർ മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതമായ എഴുത്തും മനോഹരമായ കഥകളും ഇന്നും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ബഷീറിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ലാളിത്യമാണ്. വലിയ ആശയങ്ങൾ പോലും സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളിലൊന്നാണ് ബാല്യകാലസഖി. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. മജീദിൻ്റെയും സുഹറയുടെയും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പറയുന്ന ഹൃദയസ്പർശിയായ കഥയാണ് ബാല്യകാലസഖി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ബഷീറിൻ്റെ മറ്റൊരു പ്രശസ്ത കൃതിയാണ് പാത്തുമ്മയുടെ ആട്. ഇതിൽ ബഷീറിൻ്റെ സ്വന്തം വീട്ടിലെ അനുഭവങ്ങളെ നർമ്മത്തോടെ അവതരിപ്പിക്കുന്നു. പാത്തുമ്മ, ആട്, ഉമ്മ, സഹോദരങ്ങൾ തുടങ്ങിയവരെല്ലാം വളരെ സ്വാഭാവികമായാണ് കഥയിൽ വരുന്നത്. ഇതിലെനിക്ക് രസകരമായി തോന്നിയത് പാത്തുമ്മയുടെ ആട് വീട്ടിലെ പല കാര്യങ്ങൾക്കും ഇടപെടുന്നതാണ്. ഇത് വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. മതിലുകൾ എന്ന കൃതിയുമായി ബഷീറിൻ്റെ ശ്രദ്ധേയമായ രചനയാണ്. ഇതിലെ പ്രധാന കഥാപാത്രം ബഷീർ തന്നെയാണ്. ജയിൽ ജീവിതത്തിനിടയിൽ ഒരു മതിലിനപ്പുറമുള്ള നാരായണി എന്ന സ്ത്രീയുമായി സ്നേഹബന്ധമാണ് കഥയുടെ അടിസ്ഥാനം. ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിൽ കുഞ്ഞുപാത്തുമ്മ എന്ന കഥാപാത്രത്തിലൂടെ പഴയ ചിന്താഗതികളും പുതിയ മാറ്റങ്ങളും ബഷീർ അവതരിപ്പിക്കുന്നു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും തെറ്റായ ധാരണകളെയും അദ്ദേഹം തൻ്റെ രചനകളിലൂടെ ചോദ്യം ചെയ്തു. ബഷീറിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ജനപ്രീതി ലഭിച്ചത്. കാണാതെ തന്നെ മനുഷ്യർ തമ്മിൽ സ്നേഹമാണ് ഈ കൃതി നമുക്ക് കാണിച്ചു തരുന്നത്. ബഷീർ ദിനത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനും അദ്ദേഹത്തിൻ്റെ നല്ല ആശയങ്ങൾ ജീവിതത്തിൽ പിന്തുടരാനും ശ്രമിക്കാം. സ്നേഹവും കരുണയും ലാളിത്യവും നിറഞ്ഞ ഒരു ലോകമാണ് ബഷീർ തൻ്റെ എഴുത്തിലൂടെ നമുക്ക് സമ്മാനിച്ചത്. മലയാള സാഹിത്യത്തിലെ ഈ മഹാനായ എഴുത്തുകാരനെ ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.